സ്നേഹ സൗഹൃദത്തിന്റെ ഒത്തുചേരലുമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓണാഘോഷം നടത്തി. കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് സ്നേഹവും സൗഹൃദവും ചേർത്ത് നിർത്തി വിപുലമായ പരിപാടികളോടെ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സംഗമം ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓണം ആഘോഷിക്കാൻ കാഞ്ഞങ്ങാട് ക്ലബിൽ വരുവാനും എല്ലാവരുമായി ഈ സന്തോഷത്തിൽ പങ്കിടാനും ഉള്ള അവസരം നൽകിയതിനും ലഭിച്ചതിനൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. ഓണം ഒരിക്കലും മലയാളികൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ആഘോഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അതുപോലെ മൊത്തം കേരള മൾട്ടിപ്പിൾ തന്നെ വിവിധ ക്ലബുകളിൽ അതുപോലെ തന്നെ മൾട്ടിപ്പിളൊക്കെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളും നമ്മുടെ ലയൺസിന്റെ സർവ്വതാർത്ഥവാക്യം മുൻനിർത്തിക്കൊണ്ട് ഓണാഘോഷങ്ങളോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മെമ്പർമാരുള്ള ലയൺസ് ക്ലബ് കാഞ്ഞങ്ങാടിന്റെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിലെല്ലാം കണ്ണൻ പാർസ്ഥാനത്ത് ഈ വർഷം ഈ കഴിഞ്ഞ 2.5 മാസത്തിന് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്കേറെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മെമ്പർമാരുള്ള ക്ലബുകളിലുണ്ടായ കാഞ്ഞങ്ങാട് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾ എന്നും നമ്മൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ വളരെ ഏറെ ലീഡേഴ്സും അതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന മെമ്പർമാരുള്ള ഈ ക്ലബിൽ നിന്നും നല്ല ഒരു പ്രവർത്തനങ്ങൾ ഈ വർഷം കണ്ണൻ പാർസ്ഥാനയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ മണികണ്ഠൻ മേലത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദുബായിലൊക്കെ ഓണം തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം പ്രത്യേകിച്ചിട്ടും നോമ്പിന്റെ സമയമല്ലാത്തത് കൊണ്ട് തന്നെ ഓണത്തിന് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് തന്നെ ഓണം ആരംഭിച്ചു. അതിന് ഡിസംബർ വരെ ഓണമാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ അവിടെ ഉള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഈ ഓണത്തിൻ്റെ സമയത്ത് അവരുടേതായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണ് ഓണം. അത് ഏകദേശം ഡിസംബർ വരെ നടക്കും. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഓണാഘോഷിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ UAE ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ലീവ്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരിക്കും. ബഹ്റിൻ, ഖത്തർ, മസ്കറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഓണമാഘോഷം. അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നാട്ടിൽ ദുബായിൽ ഉണ്ടാകുന്ന സമയത്ത് അധികവും എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഓണം ഉണ്ടാവും. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലയൺസിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേനായി, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി, മുൻ പ്രസിഡന്റ് ശ്യാം പ്രസാദ്, റീജിയണൽ ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ, സോൺ ചെയർമാൻ V സജിത്ത് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി മധു മഠത്തിൽ സ്വാഗതവും ട്രഷറർ രാജേഷ് കൃഷ്ണ നന്ദിയും പറഞ്ഞു. ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സംഘഗാനം, ഗാനാലാപനം, ആദരിക്കൽ ചടങ്ങ്, സമ്മാനദാനം തുടങ്ങി വിവിധ പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.